ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ട്, ഓരോ ശൈലികളുണ്ട്. CPIM-ന്റെ പതിവും രീതികളും എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് കൃത്യമായി ഈ പിരിച്ച തുക ഏതാവശ്യത്തിനാണോ ആ ആവശ്യത്തിന് ചെലവിടും എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ഏത് കാര്യത്തിനും CPIM പണം പിരിക്കാറുണ്ട്. പക്ഷേ എപ്പോഴും ആ പിരിച്ച പണം ഏതാവശ്യത്തിനാണോ അതിന് ചെലവിടുന്നതാണ് രീതി. അതുകൊണ്ട് തന്നെ ജനങ്ങൾ CPIM-നെ വിശ്വാസത്തിലെടുത്ത് ചോദിക്കുന്ന കാര്യങ്ങൾ അതിന് തന്നെ നിർവഹിക്കുമെന്ന ധാരണയിൽ പണം നൽകുകയും ചെയ്യും. ഇതിനു മുൻപും വിവിധ സ്ഥലങ്ങളിൽ ദുരന്തങ്ങളുണ്ടായപ്പോൾ CPIM സഹായിച്ചിട്ടുണ്ട്. എല്ലാം ആ പിരിച്ച പണം മുഴുവൻ സഹായിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഇത്തരമൊരു ഘട്ടത്തിൽ CPIM-ന്റെ വ്യക്തമായ നില അറിയാമെങ്കിലും ഒന്നിരിക്കട്ടെ എന്ന് വെച്ച് CPIM-നെതിരെ ഒരാക്ഷേപം ഉന്നയിച്ചതാണ്. അതിനിപ്പോൾ പാർട്ടി കേന്ദ്ര കമ്മിറ്റി തന്നെ പൂർണ്ണമായി വ്യക്തത വരുത്തി കഴിഞ്ഞിട്ടുണ്ട്. ആർക്കും സംശയമില്ലാത്തൊരു കാര്യമാണ്. എങ്കിലും ഉന്നയിക്കപ്പെട്ടൊരു കാര്യം എന്നുള്ള നിലക്ക് അതിന് വ്യക്തത വരുത്തി കഴിഞ്ഞു. പിരിച്ച സംഖ്യയും കൊടുത്ത സംഖ്യയും തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ളത്, അതാണ് വസ്തുത. CMA UDF-ന്റെ പ്രകടന പത്രിക ഇതേ സമയം തന്നെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒട്ടനവധി പദ്ധതികളും വാഗ്ദാനങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. നമ്മുടെ വയനാട് ദുരന്തത്തിന്റെ ഭാഗമായി അവിടെ വീടുകൾ നിർമ്മിച്ച് നൽകുക എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ട കാര്യമാണ്. അതിന് അവരോടാണ് ആദ്യം ചോദിച്ചത്, എങ്ങനെയാണ് നിങ്ങളുടെ പുനരധിവാസം വേണ്ടത്, സർക്കാർ ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളെല്ലാവരും ഒരു കുടുംബം പോലെ കഴിഞ്ഞവരാണ്. നിങ്ങൾ പുനരധിവാസത്തിൻ്റെ ഭാഗമായി സഹായം തന്നാൽ ഞങ്ങൾ ഓരോ കൊമ്പത്തായി പോകും. ഞങ്ങളെല്ലാവരും കൂടി ഒരിടത്ത് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം. അങ്ങനെയാണ് ടൗൺഷിപ്പിൻ്റെ ആലോചന തുടങ്ങുന്നത്. അവർ നല്ല രീതിയിൽ സ്വാഗതം ചെയ്തു. ടൗൺഷിപ്പിൻ്റെ അത്തരമൊരു ആശയം വന്നപ്പോൾ അന്ന് തൊട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പ്രതിപക്ഷവുമായി നടത്തുന്നുണ്ട്. പ്രതിപക്ഷ നേതാവും ഉപനേതാവുമായി നടത്തുന്നുണ്ട്. അവർ കൂടി സമ്മതിച്ച കാര്യങ്ങളാണ് പൊതുവെ നടപ്പാക്കപ്പെടുന്നത്. അന്ന് കണ്ടത് സ്ഥലമെടുക്കുക, വീട് നിർമ്മിക്കുക, വീട് ഏകീകൃത രൂപത്തിലാവുക, ആ വീടിന് ഇപ്പോൾ വീടിൻ്റെ ഓഫർ നൽകിയവർ കുറേ ആൾക്കാരുണ്ട്. അവരോട് പണം വാങ്ങുക, അവരിൽ നിന്ന് ഒരു വീടിൻ്റെ പണം കണക്കാക്കി ആ പണം വാങ്ങുക, വീട് ഏകീകൃത രൂപത്തിൽ നിർമ്മിക്കുക. ഇതൊക്കെ ധാരണയായ കാര്യമാണ്. പക്ഷേ അന്ന് തന്നെ ഓരോരുത്തരുടെയും രീതിയും ശീലമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് ചില സംശയങ്ങളുണ്ടായിരുന്നു. ഇത്ര വീട് തരാമെന്നൊക്കെ പറയുമ്പം ചിലർ ആ വീട് തരുമോ, അതിന് പൈസ തരുമോ എന്നുള്ളത്. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു, ആര് പൈസ തന്നാലും തന്നില്ലെങ്കിലും ഈ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുക എന്നുള്ളത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. അത് സർക്കാർ നിറവേറ്റുക തന്നെ ചെയ്യും. അതാണ് സർക്കാർ ഇപ്പോൾ ചെയ്തത്. ഈ വാഗ്ദത്തത്തിൽ നിന്ന് പലരും പിൻവാങ്ങി. അപ്പോൾ ചിലരെങ്കിലും കരുതിയിട്ടുണ്ടാവും അവരുടെ കയ്യിൽ കാശുണ്ട് എന്നുള്ളത്. എന്നാൽ കാശില്ലാന്ന് ഇപ്പോൾ വ്യക്തമായല്ലോ. എവിടെയും കാശില്ലാന്നല്ലേ വന്നത്. കണക്ക് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആ കണക്ക് പറയാനില്ലല്ലോ. ഇപ്പോഴും വ്യക്തത വരുത്തുന്നില്ലല്ലോ. എവിടെയും ആ പണമില്ലല്ലോ. അപ്പോൾ ഇതുപോലൊരു കാര്യത്തിൽ അതീവ ഗൗരവമായി കാണേണ്ട കാര്യമാണ്. ഇപ്പം മാത്രമല്ല, നാളെയും അത് ഗൗരവമായി കാണേണ്ടതാണ്. ഇതുപോലുള്ള ദുരന്തഘട്ടത്തിൽ ഇത്തരം പിരിവുകൾ നടത്തി അത് മറ്റു വഴിക്ക് സ്വന്തം കാര്യത്തിന് അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നത് ശരിയാണോ, അതിനെന്ത് നടപടി സ്വീകരിക്കാൻ കഴിയും, ഭാവിയിലും ആലോചിക്കേണ്ട ഒരു വിഷയമായിരിക്കും അത്. ഇതിപ്പോൾ വളരെ കടന്നുപോയത് കൊണ്ട് നമുക്ക് ഇവിടെ നിർത്താൻ തോന്നും. ബാക്കി പിന്നീടാകാം.